ഇന്നത്തെ വീഡിയോ ഏതൊരു വണ്ടി പ്രാന്തനും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു അടിപൊളി ഫ്രെയിമാണ് ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ BMW കരുത്തന്മാരായ 6 വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ലൊരു അടിപൊളി ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിം കാണിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതായത് കരുത്തന്മാർ എന്ന് പറയുമ്പോഴേ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് BMW. അതിൽ തന്നെ M സ്പോർട്ട്, അതായത് മോട്ടോർ സ്പോർട്ട് വേരിയൻറ്റിൽ വരുന്ന 2 വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 5 സീരീസ് ഉണ്ട്, X3 ഉണ്ട്. അതായത് BMW തന്നെ ഏറ്റവും വില കുറഞ്ഞ് BMW പുറത്തിറക്കിയ 2 സീരീസും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു മുതൽ ഏതാണോ BMW X6 ആണ്. വെറും X6 അല്ല, M സീരീസിൽ വരുന്ന X6 ആണ്. അതായത് കിഡിലും 2 5 സീരീസ് ഉണ്ട്. ഒന്ന് സ്പോർട്ട് ലൈനിൽ വരുന്ന വണ്ടി ഉണ്ട്, ലക്ഷറി ലൈനിൽ വരുന്ന വണ്ടി ഉണ്ട്. അതേപോലെ ഇതാണ് 2 സീരീസ്. അസിമോനെ ഇവിടെ റെഡിയാക്കി നിർത്തിയിരുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് ഈ വണ്ടികൾ ഇങ്ങനെ ലൈൻ ഇട്ടപ്പോ അല്ലേ ഒരു ഇഷ്ടം റീൽ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഒരു രസം, ഒരു എന്തൊക്കെയൊരു എനർജി അല്ലേ. അതായത് ഒരു റീൽ എടുക്കുന്ന വണ്ടികൾ റെഡിയാക്കിക്കോന്ന് പറഞ്ഞതാണ്. അപ്പൊ കരുതുന്ന വിശദീകരിച്ചിട്ട് തന്നെ മുതലാളുണ്ട് അല്ലേ. അതായത് BMW ഈ 6 വാഹനങ്ങൾ പറഞ്ഞാൽ സെലക്റ്റഡ് വാഹനങ്ങൾ, കിലോമീറ്റർ കമ്മി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പോയി എടുക്കുന്ന ഫീലില് വന്നെടുക്കാൻ പറ്റിയ വണ്ടികൾ അല്ലേ. അതായത് ഇപ്പൊ ഈ ഒരു വണ്ടി 2 സീരീസ് നമുക്ക് റയറാണ് വരല്. അപ്പൊ നമ്മൾ 2 സീരീസിൽ തന്നെ തുടങ്ങാം. വണ്ടികൾ അധികം ഇറങ്ങിയിട്ടില്ല. അസിമോന് മൈക്ക് കൊടുക്കട്ടെ. 2020 ശേഷമാണ് ശരിക്കും 2 സീരീസ് ഇറങ്ങി തുടങ്ങിയത്. അതെ, അത് 23 മോഡലില് 18,000 കിലോമീറ്ററോടെ 2 സീരീസില് M സ്പോർട്ട് വേരിയന്റ്. അതാണ് ഹൈലൈറ്റ്. വണ്ടിയാണ്, ചെറുതാണോ കാര്യമില്ല, റോക്കറ്റാണ് സാധനം. അപ്പൊ BMW ഒരു M സീരീസ് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു പുതിയ വണ്ടി, കിലോമീറ്റർ കമ്മിയിലെ ഒരു വണ്ടി എടുക്കാൻ പറ്റിയൊരു മുതലാട്ടോ. കളറും ബ്ലാക്ക്, അതായത് കളറും 3 സീരീസ് ആയിരുന്നു BMW ഏറ്റവും ബേസിക് വണ്ടി, എൻട്രി ലെവൽ വണ്ടി. അതിനുശേഷം 2020 BMW പുറത്തിറക്കിയൊരു മുതലാണ് 2 സീരീസ്. അതായത് ഒരു കൂപ്പേ സ്റ്റൈലില്. ഇത് കണ്ട BMW 3 സീരീസിന്റെ താഴെ വണ്ടിയാണെന്ന് പറയില്ല അല്ലേ. ഒരു ന്യൂജൻ ലുക്കില് ഒരു പവർഫുൾ വാഹനം അല്ലേ. അങ്ങനെ ഒരു പറക്കാൻ നിൽക്കുന്ന രീതിയിലാണ് വണ്ടിയാണ് നിൽക്കുന്നത്. ഒരു കൂപ്പേ സ്റ്റൈലില് ബ്ലാക്ക് കളറിൽ അടിപൊളി വണ്ടി. അപ്പൊ ഇത് 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇന്റീരിയർ ആണെങ്കിലും 23 മോഡല് 7 മാസം വണ്ടിയാണ്. അപ്പൊ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏകദേശം ഓൺ റോഡ് 60-61, ഇപ്പൊ 59 ലക്ഷം രൂപ എന്തായാലും ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം 60 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് വില വരും. അപ്പൊ ഇത് നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഫൈനൽ പ്രൈസ് കേട്ടോ 40 ലക്ഷം രൂപക്ക് അല്ലെ, ഏകദേശം 20 ലക്ഷം രൂപ. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ നിലവിൽ അണ്ടർ വാറണ്ടിയിലും കാര്യങ്ങളൊക്കെ കറക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ യൂസ്ഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേടിയൊന്നും വേണ്ട. കൊണ്ടിറക്കാം. സിംഗിൾ ഓണർഷിപ്പ് കറക്കുന്ന വണ്ടിയാണ്. ഇത് മെഴ്സിഡീസിന്റെ പിന്നെ എ ക്ലാസ്സിനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എ ക്ലാസിന്റെ ലിമോസിൻ നമ്മളൊരു വണ്ടിന്റെ കാറ്റഗറിയിൽ ഓല് 2 ആളാണ് മത്സരം അല്ലെ. മെഴ്സിഡീസിന്റെ എ ക്ലാസും ഈ BMW 2 സീരീസുമാണ് മത്സരം. അതായത് ഈ BMW പ്രത്യേകത ഉണ്ട്. BMW എന്ന കമ്പനിക്ക്, അതായത് റോൾസ് റോയ്സ് എന്ന വാഹനത്തിന്റെ മാതൃ കമ്പനിയാണ് BMW അല്ലേ. അതായത് ഇപ്പൊ BMW ഒരു 7 സീരീസിന്റെ ഒരു ഫെസിലിറ്റി തന്നെയാണ് റോൾസ് റോയ്സും. അതായത് BMW 7 സീരീസിൽ വരുന്ന ഒരു വിധം സാധനങ്ങളൊക്കെ നമുക്ക് റോൾസ് റോയ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അടുത്ത് നമ്മൾ കാണിക്കാൻ പോണ ഏതാ BMW 5 സീരീസുകൾ കാണിക്കാം. 2 വണ്ടി, 2 വണ്ടികളും സെയിം ഷേപ്പില് സെയിം മോഡലിൽ ഇറങ്ങിയ വണ്ടികളാണ്. പക്ഷെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് സ്പോർട്ട് ലൈന്, ഇത് ലക്ഷറി ലൈൻ. അത് സ്പോർട്ട് ലൈൻ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഓപ്ഷൻസുകൾ നമുക്ക് ഇതില് കുറവ് വരും. ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഞാൻ ഓനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാണ്. ഫുള്ള് ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞു. നീ ആ സൈലന്റ് ആണ് പറയും. ഇതാകുമ്പോൾ കുറച്ച് ഓപ്ഷനിൽ മാറ്റം വരും, അലോയിൽ മാറ്റം വരും, പിന്നെ ഓട്ടോ പാർക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കമ്മി വരും. പക്ഷെ ഇതിലാണ് സമയത്ത് എന്താ വെച്ചാല് ഓട്ടോ പാർക്ക് കാര്യങ്ങൾ ഒരുവിധം ഒട്ടനവധി എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മോഡലാണ്. ലക്ഷറി ലൈൻ, ഇത് സ്പോർട്ട് ലൈൻ ആണ്. ഇത് ലക്ഷറി ലൈൻ ആണ്. നമുക്ക് പ്രൈസിലാണെന്നുണ്ടെങ്കിലും
എടുക്കുമ്പോഴാണല്ലോ നല്ല വ്യത്യാസം വരുന്നുണ്ട്. 2017 മോഡലില് 18 രജിസ്ട്രേഷൻ വരുന്നത് ഒരു 30,000 കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കമ്പനിന്ന് ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടാണ് തരിക. അന്ന് ഏകദേശം 2017 റേഞ്ചിലേക്ക് 7 ലക്ഷം രൂപന്റെ മുകളിൽ വിലയുള്ള വണ്ടി. ഇപ്പൊ നമ്മൾ പ്രൈസ് എത്രയാണ്? നമുക്ക് ഫൈനൽ ആക്കിയിട്ട് 37 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 37 ലക്ഷം രൂപക്ക്. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റിലാണ്. അത് വിളിക്കുന്ന ആൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഷോറൂമിൽ തന്നെ ഇതിന്റെ കസ്റ്റമർ 1-2 സംഭവങ്ങൾ ഷോറൂമിൽ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി അടുത്തതായി ലക്ഷറി ലൈനിന്റെ ഓട്ടോ പാർക്കിംഗ് പിന്നെ എല്ലാ ഓപ്ഷൻ ഒക്കെ വരുന്ന സിസ്റ്റം വരുന്ന വണ്ടിന്റെ പ്രൈസ് പറഞ്ഞു കൊടുക്കുക. 29,000 കിലോമീറ്റർ നമുക്ക് ഫൈനൽ 49,75,000 രൂപ. അതായത് 49 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. പക്ഷേ ഇത് ഓൺ റോഡ് എത്ര രൂപ വന്നതിന് വണ്ടിയാണ്? ഇറങ്ങുന്ന വണ്ടിക്ക് BMW 5 സീരീസ് ഏകദേശം 1 കോടി രൂപ അടുത്ത് ഇപ്പൊ നിലവിൽ വരും. അപ്പോൾ ആ അത്ര പ്രൈസ് വന്നിരുന്ന അല്ലെങ്കിൽ വരുന്നൊരു മോഡലാണ് ഇപ്പൊ 49 ലക്ഷം രൂപ. സെക്കൻഡ് ഓണർഷിപ്പില് 29,000 കിലോമീറ്ററോടെ വണ്ടി ആട്ടത്. അതാണ് ഹൈലൈറ്റ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അടുത്തതായി കാണിക്കാനുള്ളത് കൂപ്പെ X6 അല്ലേ? X6 കൂപ്പെ അതിലും M സ്പോർട്ട് അല്ലേ? അതിന്റെ ഒരു പവർ വണ്ടിയാണ്. വേറൊരു സാധനമാണ് അല്ലേ? പവർ പറഞ്ഞാല് ഓടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ എന്താ പറയാ രോമാഞ്ചൊക്കെ അങ്ങനത്തെ റോഡ് വേണമല്ലേ? ഹൈവേ അങ്ങനത്തെ റോഡ് വേണം. അതിനനുസരിച്ച് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കമ്മി വരും ചെയ്യും. അതായത് ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ മൈലേജ് ചോദിക്കരുത്. അങ്ങനത്തെ ആൾക്കാർ ഇത് എടുക്കൂല കേട്ടോ. ഇതെടുക്കുന്ന ആൾക്കാർക്കൊന്നും മൈലേജ് ഒരു കൺസിഡറേഷൻ ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇതിന്റെ മുന്നേ X6 ഉണ്ടല്ലോ, അത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത് ഡീസൽ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. M സ്പോർട്ടിക്ക് വരുമ്പോ പെട്രോൾ എഞ്ചിനാണ് വരിക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴേ 2018 മോഡല് 19 രജിസ്ട്രേഷനില് V6 ഇൻലൈൻ പെട്രോൾ എഞ്ചിനാണ് വരിക. ഇങ്ങനെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സിഡന്റ് ഇങ്ങനെ കിട്ടും. ഡ്രൈവിംഗ് പ്രാന്തന്മാര് ഒരു വണ്ടി പ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെട്ട അത്ര പെർഫോമൻസ് ആണ് വണ്ടി ഓടി. അതെ. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടി റയറും ആട്ടോ കേരളത്തിലില്ല. ഏകദേശം അന്നനെ 1,30 ലക്ഷം രൂപയൊക്കെ മേലെ വണ്ടിക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. അതിന്റെ പ്രൈസ് 56,90,000 രൂപ. അന്ന് തന്നെ 1 കോടി രൂപന്റെ മേലെ വണ്ടിയാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വണ്ടികൾക്ക് ഏകദേശം 2 കോടി രൂപയൊക്കെ മേലെ അസിമോ കലക്കി കുടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അസിമോന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അസിമോടെ ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കേട്ടോ. ഇതിന്റെ ഏറ്റവും ലുക്ക് തോന്നുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് അല്ലേ? റോട്ടിൽ കാണണം, വരുന്നത് കാണണം. അടിപൊളി ഫാൻസി നമ്പറാണ്. അതെ. പിന്നെ ഈ BMW-ന്റെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഗ്രില്ല്, കിഡ്നി ഗ്രില്ല്. ഇതിന്റെ ഹൈലൈറ്റ് ഗ്രില്ല്. ഇത് പുതിയ മോഡലിക്ക് വന്നപ്പോഴും ഇത് മാറ്റാതെ തന്നെ കുറച്ച് വലുപ്പവും കുറച്ച് ഒന്നും പാടെ ഉഷാറാക്കി എന്നല്ലാതെ അതിൽ യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ ഗ്രില്ലും നോക്കി നമ്മളെ ഈ 2 സീരീസുമൊക്കെ നോക്കുമ്പോൾ കാണാം ഷേപ്പിൽ ചെറിയ വ്യത്യാസം വന്നു എന്നല്ലാതെ വലിയ രൂപത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് 2 X3 ഉണ്ട്. BMW-ന്റെ തന്നെ 2 X3. അപ്പോൾ തീർച്ചയായിട്ടും ഈ BMW ഈ ഒരു കാറ്റഗറിയിൽ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് ഇത് കാണിച്ചത്. ഇനി ഇവരെ തന്നെ എതിര് നിൽക്കണ വണ്ടികൾ നമ്മളെത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ പ്രത്യേകത പറഞ്ഞാൽ അതാണ്. നമ്മൾ എല്ലാ കാറ്റഗറി ഉണ്ട്. ഇനി മെർസിഡീസിൽ ഇവരൊക്കെ നേരെ എതിരാളികൾ നമ്മളെത്തുന്നുണ്ട്. ലാൻഡ് റോവറിലുണ്ട് അല്ലേ? അതേപോലെ ഓഡിയിലുണ്ട്, എല്ലാ കാറ്റഗറി ടൊയോട്ടയിലുണ്ട്. അപ്പൊ ഇവരൊക്കെ എതിരാളികൾ നമ്മളെത്തുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ഇത്ര വണ്ടികൾ മാത്രം കാണിച്ചു. ഇനി 2 X3, അതായത് ഇത് തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഇത് വാങ്ങിക്കുന്നവർക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. കാരണം തമിഴ്നാടിലെ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. മോഡലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. 2019 മോഡലില് 70,000 കിലോമീറ്റർ ഓടിയ സർവീസ് പാക്കേജിലെ വണ്ടിയാണ്. ഇത് എടുക്കുന്ന ആളുകൾക്ക് ചെറിയ ഓട്ടോ കൊള്ളുന്നുണ്ടെങ്കിൽ 10 വർഷം വരെ ഇതിന്റെ സർവീസ് പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് സർവീസ് പാക്കേജ് ഉണ്ട്. അത് ഇപ്പൊ 70,000 കിലോമീറ്റർ ആയി. ഇപ്പൊ 75,000 സർവീസിൽ ഷോറൂമിൽ പോകണ ഏകദേശം ഒരു 40-45 റേറ്റ് വരും. അത് ഫ്രീ ആണ്. അപ്പൊ ഇനി എടുക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ കോൺഫിഡന്റ് ആണ്. സർവീസിന് പൈസ ചെലവാകണ്ട, അത് ഷോറൂമിൽ. പക്ഷെ വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് അത് കസ്റ്റമർ അറിയേണ്ടി വരും. പക്ഷെ ഒരു നോർമൽ സർവീസിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതിന്റെ പ്രൈസും കൂടെ പറഞ്ഞു. 33,90,000 രൂപ. ഇത് കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ എന്തായാലും 40 ലക്ഷം രൂപന്റെ മുകളിൽ പ്രൈസ് വരുന്ന വണ്ടിയാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കേരളത്തിലെ ആളുകൾക്കൊക്കെ അഡ്രസ് ഉണ്ടാവും.
നിങ്ങൾക്ക് അവിടെ അങ്ങനെ മാറ്റാനും പറ്റും. ഇനി ഇതിന്റെ ഡീറ്റെയിൽ 2015 മോഡൽ വണ്ടിയാണ്. 2015 മുതൽ അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കുന്നത്, ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. അതിനുള്ള വിലയിലെ മാറ്റമുണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന്റെ നേരെ തൊട്ട് മുന്നത്തെ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിക്കും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അടിപൊളി 6 വാഹനങ്ങൾ ജസ്റ്റ് കിടക്കുന്നുണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. തീർച്ചയായിട്ടും ഈ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഇത് കമ്പനി തരുന്ന വാറണ്ടി ഗ്യാരണ്ടിയുടെ ഒക്കെ പുറമെ നമ്മൾ ചെക്കിങ് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. തീർച്ചയായിട്ടും BMW ഓതറൈസ്ഡ് ഷോറൂമിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അല്ലെങ്കിൽ 10-25 കിലോമീറ്റർ വരെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊരു അവസരവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വണ്ടിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വിളിച്ചാൽ തന്നെ നമ്മൾ നമുക്കത് വീഡിയോ ഒക്കെ നമ്മൾ. അതെ, അപ്പൊ ഇതാണ് ഒരു വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോണ്. അസ്മാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ അതില്? അതൊരു ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത്. എന്നാലും പറയാം BMW എക്സിസ് കൂപ്പെ. അത് ഓടിച്ചില്ലേ? യാത്ര കംഫർട്ടോ? അത്യാവശ്യം മൈലേജ് ഇതിലൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BMW 5 സീരീസ് അല്ലെങ്കിൽ X3 ഒക്കെ കയറും. അപ്പൊ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട വാഹനങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കിടക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിന്റെ കാരണം ഒന്ന് എഴുതാ നോക്കിട്ടോ അല്ലെ. തീർച്ചയായിട്ടും ഒരുപാട് വണ്ടി പ്രാന്തന്മാരും വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഡ്രൈവിംഗ് പ്രാന്തന്മാരും ഇതിനെ പറ്റി പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. BMW പറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം അതിന്റെ ഒരു കാരണപാട് എഴുതിയാൽ നമ്മളെ കമന്റ് ബോക്സ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്